ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ജഗദീപ് കുമാറിന് 4 ദിവസം പഴക്കമുള്ള പഴയ കഞ്ഞിവെള്ളം എടുത്തു കൊടുക്കുമ്പോൾ സുസ്മിത അതിനെക്കുറിച്ച് സരളയോട് അന്വേഷിക്കണം. സരള സുസ്മിതയോട് പറഞ്ഞു, ഇത്രയും പഴക്കമുള്ള കഞ്ഞിവെള്ളം പശുവിന് കൊടുത്താൽ പോലും അത് ഇത്രയും സ്വാദോടുകൂടി കുടിക്കുകയില്ല എന്ന് പറയുമ്പോൾ ജഗദീപ് വളരെ സ്വാദോടെ ആ കഞ്ഞിവെള്ളം കുടിക്കുന്നത് കണ്ടു. അത് കണ്ട് അവർ അതിശയപ്പെടങ്ങനെ നിൽക്കുമ്പോൾ ജഗദീപ് ഭക്ഷണം കഴിച്ചതിന്റെ സമാധാനത്തിൽ വേഗം എഴുന്നേറ്റ് കൈ കഴുകാനായി പോകുമ്പോ ഉടനെ സരളയോട് സുസ്മിത ചോദിച്ചു, അമ്മേ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചതും ഒരു കുഴപ്പവും ഇല്ല. അപ്പോഴേക്കും സുസ്മിത സരളയോട് പറഞ്ഞു, അമ്മേ ഇനി എന്നെ ഇഷ്ടാവുമോ, എന്നെ ബോധിക്കുവോ എന്ന് ചോദിച്ചതും സരള സുസ്മിതയോട് പറഞ്ഞു, പിന്നെ ഇത്രയും ദിവസം പഴക്കമുള്ള ഈ പഴങ്കഞ്ഞിവെള്ളം കുടിക്കുന്നില്ലേ, അത് ഇഷ്ടമായി, പിന്നെയാ നിന്നെ. ഇത് കേട്ട ഉടനെ തന്നെ സുസ്മിത സരളയെ അമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ജഗദീപ് ചോദിച്ചു, എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോഴേക്കും സരളയും സുസ്മിതയും പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല ജഗദീപ് സാർ. വേഗം തന്നെ ജഗദീപ് പോയി കൈ വാഷ് ചെയ്യാനായി സ്ഥലം എവിടെയാണ് എന്ന് അന്വേഷിച്ചു. അപ്പുറത്തുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിച്ചതും ജഗദീപ് കൈ കഴുകാനായി പോകുന്ന സമയത്ത് ഇനി എന്തൊക്കെയായിരിക്കും, എങ്ങനെ ആ മനുഷ്യനെ ഒന്ന് വളച്ചെടുക്കും എന്ന് ചോദിച്ചതും സരള പറഞ്ഞു, അതെ, എങ്ങനെയും നമ്മുടെ വരുതിയിലാക്കണം, അത്രേ ഉള്ളൂ എന്ന് സരള സുസ്മിതയെ ഉപദേശിച്ചു. അപ്പോഴേക്കും തിരികെ ജഗദീപ് വന്ന് ബാക്കിയുണ്ടായിരുന്ന ആ പഴയൻ കഞ്ഞിവെള്ളം കൂടി കുടിക്കുന്നു. ഉടനെ തന്നെ ജഗദീപിനോട് സരള ചോദിച്ചു, അല്ല ജഗദീപ് സാറേ, ഇനി എന്താ ജഗദീപ് സാറിന്റെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോ ജഗദീപ് പറഞ്ഞു, എനിക്ക് ഒന്ന് കിടക്കണമായിരുന്നോ, ഒന്ന് വിശ്രമിക്കണം. അപ്പോഴേക്കും സരള പറഞ്ഞു, അതിനെന്താ, മുകളിലത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ സാർ. സുസ്മിതയെ നോക്കിയിട്ട് സരള പറഞ്ഞു, മോളെ നീ അതൊന്ന് കാണിച്ചു കൊടുക്ക്. ശരിയമ്മേ എന്ന് സുസ്മിത പറയുമ്പോൾ ജഗദീപ് ആ ടേബിളിലിരുന്ന ഒരു ജിലേബി കൂടി എടുത്ത് കഴിക്കുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിതയോട് സരള പറഞ്ഞു, അതെ, ഇനിയാണ് നീ സരളയുടെ മകളാണെന്ന് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിനെന്താ അമ്മേ, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത ജഗദീപിനെയും വിളിച്ച് മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നു. അവിടേക്ക് വന്നത് ബെഡ്റൂം കാണിച്ച് സുസ്മിത അകത്തേക്ക് കയറ്റിയ ഉടനെ തന്നെ ജഗദീപ് എല്ലായിടത്തും നോക്കിയിട്ട് ചോദിച്ചു, അല്ല ഇവിടെ ആരുടെയും പേര് മാസ്റ്റർ ഒന്നും വല്ലോ ആണോ? അത് കേട്ട ഉടനെ സുസ്മിത പറഞ്ഞു, അല്ലല്ലോ. അപ്പോഴേക്കും ഉടനെ ജഗദീപ് പറഞ്ഞു, അല്ല, ഇത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ എന്റെ വീട്ടിലെ ബെഡ്റൂം ഒക്കെ കണ്ട് നിങ്ങൾ എന്താ പറയുന്നത്? ഇത് എന്റെ വീട്ടിലെ സ്റ്റോർ റൂമിന്റെ അത്രയും വലുപ്പമേ ഉള്ളല്ലോ എന്ന് ജഗദീപ് സുസ്മിതയോട് പറഞ്ഞു. സുസ്മിത അത് കേട്ടതും എന്നാ സാർ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞതും ജഗദീപ് വേഗം ആ ജനലിനരികിലേക്ക് ചെന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഉടനെ സുസ്മിത ആലോചിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇയാളെ ഒന്ന് വളയ്ക്കാൻ എന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ചതും അത് തന്നെ പോംവഴി എന്ന് പറഞ്ഞ് സുസ്മിത വേഗം അങ്ങനെ ചിന്തിച്ചിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജഗദീപിന് അരികിലേക്ക് ചെന്ന് ജഗദീപിനെ പിന്നിൽ നിന്ന് വേഗം കെട്ടിപ്പിടിച്ചു. ജഗദീപ് ആകെ പെട്ടെന്ന് പേടിച്ച് കുതിറി മാറി. എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, അതെ, ഒരു മിന്നല്, എനിക്ക് മിന്നല് വളരെ പേടിയാണ്. ഉടനെ ജഗദീപ് ചോദിച്ചു, അത് ഞാനൊന്നും മിന്നല് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ജഗദീപിനെ നോക്കി സുസ്മിത നാണത്തോടെ പറഞ്ഞു, ഞാൻ മാത്രമേ മിന്നല് കണ്ടുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിത കാല് വെച്ച് നാണത്തോടെ അങ്ങനെ കളം വരച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുന്നത് ജഗദീപിന് മനസ്സിലായി. ജഗദീപ് ഉടനെ തന്നെ സുസ്മിതയെ നോക്കിയിട്ട് വേഗം സുസ്മിതയുടെ കർണത്ത് ഒരടി കൊടുത്തു. അയ്യോ എന്ന് സുസ്മിത നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ജഗദീപ് സാർ? ഉടനെ ജഗദീപ് പറഞ്ഞു, അതെ, ഒരു കൊതുകോ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന സുസ്മിതയുടെ ചോദ്യം കേട്ട് ജഗദീപ് പറഞ്ഞു, അതെ, സുസ്മിത മാത്രമല്ല ഇരുമിന്നൽ കണ്ടല്ലോ, അതുപോലെ കൊതുകിനെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇത് കേട്ട ഉടനെ സുസ്മിത ചോദിച്ചു, അതെന്താ സാർ? അപ്പോഴേക്കും സുസ്മിതയുടെ ജഗദീപ് പറഞ്ഞു, അതെ, റൂമിൽ വേറെ ആരെങ്കിലും നിന്നാ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, അതാ, ഒന്ന് പോകുവോ എന്ന് ചോദിച്ചതും സുസ്മിത വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സുസ്മിത പോയി കഴിഞ്ഞതും ജഗദീപ് വേഗം ആ ഡോർ ലോക്ക് ചെയ്തു. സുസ്മിതയ്ക്ക് തല്ലു കൊടുത്ത ശബ്ദം താഴെ സരള കേട്ടതുകൊണ്ട് സരളയ്ക്ക് ആകെ ടെൻഷനായി. ദൈവമേ, ഇനി എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നെല്ലാം ആലോചിച്ച് സരള തല കുഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത പതുക്കെ സ്റ്റെയർ ഇറങ്ങി വരുന്നു. ഈ സമയത്ത് ജഗദീപ് ആ റൂമിലേക്ക് അകത്തേക്ക് കയറി ആരുമില്ലാത്ത ആശ്വാസത്തിൽ വേഗം ആ ബെഡിലേക്ക് ചെന്ന് കയറി കിടന്നു. എന്തൊരു കുഷിയൻ, കൊള്ളാവല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ബെഡ്റൂം ഉണ്ടല്ലേ, എന്റെ ദൈവമേ എന്നെല്ലാം ആലോചിച്ച് ജഗദീപ് വളരെ സന്തോഷത്തോടെ ആ ബെഡിലേക്ക് കിടക്കുന്നു. അപ്പോഴാണ് സുസ്മിത കവളത്ത് കൈയും വെച്ച് വേഗം താഴേക്ക് ഇറങ്ങിയെത്തിയത്. സുസ്മിത വരുന്നത് കണ്ട് സരള അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താടി പെണ്ണെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എങ്ങനെയെങ്കിലും ജഗദീപിനെ മെരുക്കിയെടുക്കാനായി അയാളുടെ കൂടെ തന്നെ റൂമിൽ നിൽക്കണമെന്ന്. സുസ്മിത പകുതി കവിള് തലോടിക്കൊണ്ട് സരളയുടെ അരികിലേക്ക് എത്തി. സരള ചോദിച്ചു, അല്ല, എന്ത് പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ചതും സരള പറഞ്ഞു,
നിനക്ക് എന്താ മോളെ, നീ എന്താ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്? ഉടനെ സുസ്മിത പറഞ്ഞു, എന്നെ പുറത്തിറക്കിയിട്ട് ജഗദീപ് സാർ വാതിലടച്ചു. ഉടനെ സർല ചോദിച്ചു, അല്ല ഞാൻ അവിടെ എന്തോ ശബ്ദം കേട്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, അവിടെ ഒരു ഇടിമിന്നൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞതും സുസ്മിതയോട് സർല പറഞ്ഞു, കവിളത്തെ ആ വിരൽപ്പാട് കൂടി അങ്ങ് മായച്ചു കളഞ്ഞേക്ക്, അത് എന്തായാലും ആരും അറിയണ്ട എന്ന് പറഞ്ഞതും സുസ്മിത ആകെ നാണം കെട്ട് നിൽക്കുമ്പോ സർല പറഞ്ഞു, സർലയുടെ മോളെന്ന് തെളിയിക്കാൻ പോയത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സർല നോക്കി. അപ്പോഴേക്കും ജഗദീപ് റൂം നല്ല വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു റൂമിൽ കിടക്കാൻ പോലും അതിനുള്ളൊന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നും എന്തായാലും ഇതുപോലൊരു അവസരം കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ജഗദീപ് ആ ബെഡിൽ അങ്ങനെ കിടന്നു. അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിൽ പാറുക്കുട്ടി കുളി കഴിഞ്ഞ് വരുമ്പോ കുഞ്ഞിനെ ഉടുപ്പിക്കാനായിട്ടുള്ള ഉടുപ്പെടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ ശാലിനി നോക്കിയിരുന്നത്. പ്രീതി കുഞ്ഞിനെ കുളിപ്പിച്ച് വേഗം അരികിലേക്ക് വന്നതും ശാലിനി വേഗം കുഞ്ഞിനെ ചാടിയെടുത്തു. ഉടനെ തന്നെ ശാലിനി കുഞ്ഞിന് ഉള്ള ഉടുപ്പിടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും പ്രീതി പറഞ്ഞു, അതെ സത്യത്തിൽ പാറുക്കുട്ടിക്ക് എന്റെ അടുത്ത് വന്ന് ഉറങ്ങുന്നതിനേക്കാളും ഇഷ്ടം ശാലിനിയുടെ അരികിൽ കിടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അതെ മോളെ ഒന്ന് കിടക്കാൻ പോലും എന്റെ അരികിൽ നിന്ന് മാറ്റുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് ശാലിനി അറിയിച്ചു. പ്രീതി അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാലിനിയോട് പറഞ്ഞു, അതെ ശാലിനി, സത്യത്തിൽ ഞാനും അങ്ങനെ ആശങ്കപ്പെടാറുണ്ട്. ഇവള് ഉറങ്ങുന്നതിനിടയിൽ ചിലപ്പോ എന്നെ കൈകൊണ്ട് തട്ടി മാറ്റും, ആ കുഞ്ഞു വിരലുകൊണ്ട് എന്നെ തള്ളി മാറ്റുകയും എത്ര പാടുപെട്ട എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നതെന്ന് അറിയാമോ? സത്യത്തിൽ ശാലിനിയുടെ അരികിൽ വന്ന് കിടന്നാൽ വളരെ സുഖമായിട്ട് അവൾ ഉറങ്ങുകയും ചെയ്യും എന്നെല്ലാം ശാലിനിയോട് പ്രീതി കാര്യങ്ങൾ പറയുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാലിനി ചിരിച്ചുകൊണ്ട് ആണോട് കുഞ്ഞെ എന്നൊക്കെ ചോദിച്ച് പാറുക്കുട്ടിയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രീതി പറഞ്ഞു, സത്യത്തിൽ എനിക്ക് പോലും ഇപ്പൊ സംശയം തോന്നാറുണ്ട്, ഞാൻ അവളുടെ പെറ്റമ്മയാണെന്നുള്ള കാര്യം അവൾ പോലും മറന്നുപോയിട്ടുണ്ടോ എന്ന്. അത് കേട്ടുകൊണ്ട് അവിടേക്ക് വിഷ്ണു ചിരിച്ചുകൊണ്ടെത്തുന്നു. അതിന് നീ കുഞ്ഞിന്റെ അമ്മയാണെന്ന് ആരാ പറഞ്ഞത്? നീ എപ്പോഴാ കുഞ്ഞിന്റെ അമ്മയായത്? കുഞ്ഞിന്റെ അമ്മയെ ഇതാ ഈ ഇരിക്കുന്ന ശാലിനിയാണ്, അച്ഛൻ ഈ ഞാനും എന്ന് വിഷ്ണു പ്രീതിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ആ സ്നേഹം കണ്ട് പ്രീതി ഇരുവരെയും നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ കുഞ്ഞിനേക്ക് തന്നെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്ന് വിഷ്ണു കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുന്നു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വിഷ്ണുടാ കുഞ്ഞിനെ ഉടുപ്പിടിയിച്ചില്ല എന്ന് പറഞ്ഞപ്പോ സാരയില്ല ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് വിഷ്ണു ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ ഉടുപ്പിടിക്കുന്നത് നോക്കി അങ്ങനെ ഇരുന്നു. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് വിഷ്ണു കൊഞ്ചിക്കുന്നത് കണ്ട് പ്രീതി പറഞ്ഞു, സത്യത്തിൽ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നുന്നുണ്ട്, അതോടൊപ്പം എനിക്ക് ആ പേടിയുമാണ് എന്ന് ശാലിനിയോടും വിഷ്ണുവിനോടുമായി പ്രീതി അറിയിച്ചു. ഉടനെ തന്നെ പ്രീതിയുടെ ആ സംശയം കേട്ട് വിഷ്ണു ചോദിച്ചു, എന്താ പ്രീതി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴാണ് വിഷ്ണുവിനോട് പ്രീതി പറഞ്ഞത്, അല്ല നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ പാറുക്കുട്ടിയോടുള്ള നിങ്ങളുടെ ഈ സ്നേഹം കുറഞ്ഞു പോവില്ലേ എന്നാ വിഷ്ണുവിനോടുള്ള പ്രീതിയുടെ ചോദ്യം കേട്ട് പ്രീതിയോട് വിഷ്ണു പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, അതിന് ആർക്കും കുഞ്ഞുണ്ടായെന്നാ ഈ പറയുന്നത് എന്ന് വിഷ്ണു പ്രീതിയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും സ്റ്റെയറിന് മുകളിൽ വന്ന് സത്യഭാമ ഈ സംസാരമെല്ലാം കേൾക്കുന്നു. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ് ഉടനെ ഒന്നും നടക്കുന്ന കാര്യമല്ല പ്രീതി, കാരണം ഇയാൾക്ക് ട്രെയിനിങ്ങിന് പോകണമെങ്കിലേ മസൂറിയിൽ 2 വർഷം വേണം. അവിടെ പോയി ഇയാൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഇയാൾ അവിടെ ഞാൻ ഇവിടെയായിരിക്കും, അതിനിടയിൽ എങ്ങനെയാ ഒരു കുഞ്ഞ്? പിന്നെ അത് മാത്രമല്ല അത് ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ലല്ലോ ഇക്കാര്യങ്ങളൊക്കെ എന്ന് പ്രീതി അന്വേഷിച്ചതും പ്രീതിയോട് വിഷ്ണു പറയുമ്പോ പ്രീതി ചോദിച്ചു, അതിന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ ഇയാള് ഉടനെ തന്നെ ശാലിനി കുഞ്ഞിനെ കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു, അതിന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തെന്ന് ശരി തന്നെയാണ്, പക്ഷേ വാക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഉടനെ ഒന്നും കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ലോ, അടുത്തയാഴ്ച വന്ന് ഈ അമ്മ നമ്മളോട് ചോദിക്കുവോ എന്തായി എന്ന്? അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ ആരെങ്കിലും സൂപ്പർവൈസറെ നിർത്തിയൊന്നും ചെയ്യുന്ന കാര്യമാണോ? അതുമല്ല, എന്തായാലും തൽക്കാലം കുഞ്ഞിന്റെ കാര്യം അതവിടെ നിൽക്കട്ടെ എന്ന് വിഷ്ണു ശാലിനിയുടെ ആഗ്രഹം താൻ ആദ്യം സഫലമാക്കുമെന്നും അയാളുടെ മനസ്സിലെ ആ ആഗ്രഹം അത് നേടിയിട്ട് ബാക്കി എന്തുള്ളൂ എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ ശാലിനി പറഞ്ഞു, അയ്യോ വിഷ്ണുട്ടാ, ഞാൻ അങ്ങനെ സത്യാമ്മ കളിപ്പിക്കാനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, വേണ്ട താൻ കൂട്ടു നിൽക്കണ്ട, തന്റെ സ്വപ്നം നഷ്ടപ്പെടുത്തി ഞാനും അതിന് കൂട്ടു നിൽക്കുന്നില്ല, എന്താ അതുപോലെ എന്ന് ചോദിച്ച് വിഷ്ണു തന്റെ തീരുമാനം ശാലിനിയോട് പറയുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ട എന്തായാലും സത്യാമ്മയെ ഒരിക്കലും ഞാൻ കബളിപ്പിക്കാൻ നിൽക്കില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് തന്റെ തീരുമാനം എന്താണെന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ട് സത്യഭാമ മനസ്സിൽ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ വേഗം റൂമിലേക്ക് തിരികെ പോയി. അപ്പോഴാണ് സുസ്മിതയുടെ അരികിലെത്തി വീണ്ടും സരള ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നിനക്ക് സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റ്
ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന കഥ നിനക്കറിയുമോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, എൻ്റെ അമ്മേ, അയാളും നമ്മളും തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം എന്ന് ചോദിച്ചതും നീ കഥ മുഴുവൻ കേൾക്കടി. അങ്ങനെ അയാളെ ഇംഗ്ലണ്ടുകാരുമായിട്ട് യുദ്ധത്തിൽ തോറ്റ് ഗുഹയിൽ വന്ന് കയറിയപ്പോ അവിടെ വെച്ച് ഒരു ചിലന്തി വല നെയ്യുന്നത് കണ്ടെന്നും അവസാനം 6 തവണ വല നെയ്തിട്ടും 7ാമത്തെ തവണ ആ ചിലന്തി അതിന്റെ വല പൂർത്തിയാക്കിയെന്നുമുള്ള കഥ എന്ന് പറഞ്ഞ് സുസ്മിത ബാക്കി കഥ ഷാർലയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിനക്കതൊക്കെ അറിയാവല്ലേ എന്ന് ചോദിച്ചിട്ടും കഥയൊക്കെ അറിയാമേ, പക്ഷേ കർണത്ത് അടി കിട്ടിയതിന്റെ വേദന അത് കിട്ടിയവർക്കേ മനസ്സിലാകൂ എന്ന് സുസ്മിത സർലയോട് പറയുമ്പോൾ സർല പറഞ്ഞു, എടി മോളെ, നീ അതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളയണം. നിന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നറിയാമോ? പണക്കാരനായ ഒരു ഭർത്താവിനെ സ്വന്തമാക്കുക എന്നതാണ്. അത് അയാൾ എങ്ങനെയുള്ള ആൾ വേണമെങ്കിലും ആയിക്കോട്ടെ, കള്ളുകുടിയനോ പെണ്ണുപിടിയനോ അതും അല്ലെങ്കിൽ ഇനി പ്രായം കൂടിയ ആളോ ആരായാലും കുഴപ്പമില്ല. പക്ഷെ അയാള് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനായിരിക്കണം എന്ന് സർല സുസ്മിതയെ ഉപദേശിച്ചു. അത് കേട്ടതും സുസ്മിത ചോദിച്ചു, അല്ലമ്മേ, അമ്മ അങ്ങനെയാണോ അച്ഛനെ വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചതും സർല പറഞ്ഞു, പിന്നെങ്ങനെ, അത് തന്നെ എന്ന് പറഞ്ഞ് സർല തന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു എന്ന് സുസ്മിതയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഉടനെ സുസ്മിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമേ എന്ന് പറഞ്ഞ് സുസ്മിത ജഗദീപിന് അരികിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് നിൽക്കുന്നത് കണ്ട് സർല ചോദിച്ചു, എന്താടി മോളെ? ഉടനെ സർലയോട് സുസ്മിത പറഞ്ഞു, അമ്മേ, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് തൊഴുത് സർലയുടെ അനുഗ്രഹം വാങ്ങിക്കൊരുങ്ങുമ്പോൾ സർല സുസ്മിതയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വിജയശ്രീലാളിതിയായിട്ട് മടങ്ങി വാ മോളെ, നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങ് ഈ ദേവലോകത്തെ നർത്തകിമാരായ രംഭ, തിലോത്തമ, ഉർവശി എന്നിവരുടെ എല്ലാവരുടെയും അനുഗ്രഹം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് സുസ്മിതയുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് സരള പറഞ്ഞയക്കണം. സരള അങ്ങനെ സുസ്മിതയെ പറഞ്ഞയച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് റൂമിൽ ഇരുന്ന ജഗദീപിനെ അന്വേഷിച്ച് അവിടേക്ക് വന്ന സുസ്മിത അവിടെ റൂമിലെങ്ങും ജഗദീപിനെ കാണാതെ ഇതിനോടകം ഇത് എങ്ങോട്ട് പോയി എന്ന് ആലോചിച്ചു. അപ്പോ അവിടെ വാഷ്റൂമിനകത്ത് പാട്ട് കേൾക്കുന്ന സുസ്മിത ജഗദീപ് കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി. ജഗദീപ് ഒരു ഹിന്ദി സോങ് ഒക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജഗദീപിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അച്ഛനെന്ന് എഴുതിയിരിക്കുന്ന കണ്ടതോടെ സുസ്മിത കോൾ എടുക്കാനായി തയ്യാറായി. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്ത് കട്ടായി. ഈ സമയത്ത് ആരെ എന്നെ വിളിക്കാൻ എന്ന് ജഗദീപ് ആലോചിച്ചിട്ട് ആരെങ്കിലും വിളിക്കട്ടെ എന്നോർത്ത് വീണ്ടും ജഗദീപ് കുളിക്കാൻ തന്റെ കുളി തുടർന്നു. അപ്പോഴേക്കും വീണ്ടും അച്ഛനെന്നുള്ള ആ നമ്പറിൽ നിന്ന് വീണ്ടും കോൾ വന്നു. ഉടനെ തന്നെ സുസ്മിത ആലോചിച്ചു, അയ്യോ, ഇത് ചിറക്കൽ രാമചന്ദ്രനല്ലേ എന്നാലോചിച്ച് സുസ്മിത വേഗം കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും ഹലോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അപ്പുറത്ത് നിന്ന് ചോദിച്ചു, മോനെ ജഗദീപ്, നീ ഇതെവിടെയാ? ഉടനെ സുസ്മിത പറഞ്ഞു, അയ്യോ, ഞാൻ ജഗദീപ് അല്ല, ഞാൻ സുസ്മിതയാണ് എന്ന് പറഞ്ഞതും സുസ്മിത, ഏത് സുസ്മിത എന്ന് അയാൾ അന്വേഷിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, ഞാൻ സരളയുടെ മോള് സുസ്മിത. ഏത് സരളയുടെ മോള് എന്ന അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം കേട്ട് സുസ്മിത പറഞ്ഞു, അങ്കിളെ, എൻ്റെ അമ്മ പാർലമെന്റിലൊക്കെ മത്സരിക്കാൻ ഒരു വോട്ടിനാണ് ടിക്കറ്റ് പോയത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ സുസ്മിതയോട് ചോദിച്ചു, അല്ല, നീയും എന്റെ മോനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചതും, ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. അല്ല, നീ എന്റെ മോനെ ബന്ദിയാക്കിയിട്ട് റാൻഡമായി ക്യാഷ് കഴിക്കാനാണോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല അങ്കിൾ എന്ന് പറഞ്ഞതും ഉടനെ അയാൾ ചോദിച്ചു, എന്നാ നീ എന്റെ മോന്റെ കൈ ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞു. ഉടനെ ശരി, ഞാൻ നോക്കട്ടെ, ഇപ്പൊ കൊടുക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലല്ല ജഗദീപ് സാറ് എന്ന് പറഞ്ഞതും നീയൊക്കെ എന്താ എന്റെ മോനെ ചെയ്തത് എന്നായി വീണ്ടും അയാളുടെ ചോദ്യം. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അയ്യോ സാർ, ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് ജഗദീപ് സാറെ എന്ന് പറഞ്ഞ് വാതിൽ ചെന്ന് സുസ്മിത മുട്ടി. അപ്പോഴേക്കും ജഗദീപ് വിളി കേട്ടു. എന്താ എന്താ എന്ന് ചോദിച്ചതും അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. സുസ്മിതയ്ക്ക് അങ്ങനെ പറഞ്ഞത് കേട്ട് ജഗദീപ് ഓർത്തു, അച്ഛനോ? ഏതച്ഛൻ? ഓ ശരിയാണല്ലോ, ചിറക്കൽ രാമചന്ദ്രന്റെ മകനായിട്ടാണല്ലോ ഞാൻ ഇപ്പൊ അഭിനയിക്കുന്നത്. അതെ, എനിക്കിപ്പോ വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് ജഗദീപ് മറുപടി പറഞ്ഞു. ഞാൻ ടവൽ എടുത്തിട്ടില്ല എന്ന് ജഗദീപ് പറഞ്ഞത് കേട്ട് സുസ്മിത വേഗം അച്ഛനോട് പറഞ്ഞു, അതെ ജഗദീപ് സാറേ ഇപ്പൊ വരില്ല, സാറ് ടവൽ എടുത്തിട്ടില്ല. ഉടനെ അച്ഛൻ ചോദിച്ചു, അതെന്താ എന്റെ മോനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും, അയ്യോ അങ്കിളെ, ഞങ്ങളൊന്നും ചെയ്തില്ല. ഉടനെ അയാൾ ചോദിച്ചു, നിർത്തരി പെണ്ണെ, നീ ഏത് വകയിലാ ഞാൻ നിന്റെ അങ്കിളാവുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ അയാൾ സംസാരിച്ചു. ഞാനേ അങ്ങോട്ട് വരുന്നുണ്ട്, നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് അയാൾ വിരട്ടി. ആകെ സുസ്മിത ഭയത്തോടെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഇനി എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് ആലോചിച്ചങ്ങ് നിൽക്കുമ്പോൾ ജഗദീപിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിച്ചയാൾ പറഞ്ഞു, അതെ, എന്റെ മോനെ വലിയ ബിസിനസ് മാഗ്നറ്റായ KN പണിക്കരുടെ മകളുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതെ, ഞങ്ങളത് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതിനിടയിലെങ്ങാനും നീ ഇടങ്കോലുമായിട്ട് വന്നാലുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞത് സുസ്മിത ആ വാക്ക് കേട്ട് ആകെ ഭയന്നു. ദൈവമേ,
അത്രയും വലിയൊരാളുടെ മകളുമായിട്ട് വിവാഹം നിശ്ചയിച്ചോ എന്നോർത്ത് സുസ്മിത ടെൻഷനോടെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ജഗദീപ് കുളിക്കുന്നതിനിടയിൽ സുസ്മിത അവിടെ നിന്ന് പോയോ ഇല്ലയോ, ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് കാതോർത്ത് ജഗദീപ് അങ്ങനെ നിന്നു. 3 തവണ നടന്നു പോകുന്നതിന്റെ സ്റ്റെപ്പിന്റെ ശബ്ദം കേട്ടതോടെ ജഗദീപ് എണ്ണി. അപ്പോൾ പോയിട്ടുണ്ടാകണല്ലോ എന്ന് ആലോചിച്ച് ജഗദീപ് വേഗം ടവലെടുത്ത് കൊടുത്തുകൊണ്ട് ഡോറ് തുറന്നു നോക്കി. പുറത്തേക്ക് നോക്കിയതും അവിടെ എങ്ങും ആരെയും കാണാത്തതുകൊണ്ട് അപ്പൊ പോയി എന്ന സമാധാനത്തോടെ ജഗദീപ് വേഗം വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ജഗദീപ് വാതിൽ വന്ന് അടച്ചു. ഈ അച്ഛൻ എന്താ വിളിച്ചു പറഞ്ഞെന്ന് അറിയണല്ലോ എന്നാലോചിച്ച് വീണ്ടും ജഗദീപ് പതുക്കെ ഡോറ് അടച്ചതിന് ശേഷം അച്ഛനാണല്ലോ വിളിക്കുന്നത് എന്നാലോചിച്ച് കോള് അറ്റൻഡ് ചെയ്തു. അച്ഛനാണ് പോലും അച്ഛൻ എന്ന് പറഞ്ഞ് കോൾ എടുത്തതും ഹലോ എന്ന് ജഗദീപ് സംസാരിച്ചത് കേട്ട് അയാൾ പറഞ്ഞു, ജഗദീപ് സാറേ, സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയത്തിന് ഇട കൊടുത്തിട്ടില്ല. ഉടനെ ജഗദീപ് പറഞ്ഞു, എന്തായാലും കൊള്ളാം, ശരി ഞാൻ ഫോൺ വെച്ചെന്ന് പറഞ്ഞിടും. പക്ഷെ ഒരു പ്രശ്നം സാറേ, ആ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ്, ഞാൻ പറഞ്ഞത് സ്ത്രീ സ്പർശം ഏൽക്കാത്ത ഒരു ഋഷഭമാണ് എന്റെ മകൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും ജഗദീപ് ചോദിച്ചു, ഋഷഭവോ? താൻ എന്താണോ പറഞ്ഞത്? ഞാൻ ഋഷ്യശൃംഗൻ എന്നല്ലേ പറഞ്ഞതോ എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, അപ്പൊ പിന്നെ ഈ ഋഷഭ ആരാ സാറേ എന്ന് ചോദിച്ച ഉടനെ ജഗദീപ് പറഞ്ഞു, ഋഷഭം കാളയാടോ തന്റെ തന്ത എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വെച്ചു. അപ്പോഴേക്കും അയാൾ ആകെ വിഷമത്തോടെ, അയ്യോ സാറേ, ഞാൻ സോറി സാറേ എന്നൊക്കെ പറഞ്ഞതും അതുപോലും കേൾക്കാൻ നിൽക്കാതെ ജഗദീപ് ഫോൺ കട്ട് ചെയ്തു. ദൈവമേ, ഇനി സാറ് ഞാൻ പറഞ്ഞ ആ തുക എനിക്ക് തരത്തില്ലേ? ഈ ഋഷ്യശൃംഗൻ എന്നുള്ളത് ഒന്ന് ഋഷഭമായി മാറിപ്പോയത് അത്ര വലിയ പ്രശ്നമാവോ? അതിന്റെ പേരിൽ സാറിനി പണം കുറയ്ക്കോ? എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാം എന്നാലോചിച്ച് അയാളെ ഫോൺ വെക്കുന്നു. അപ്പോഴേക്കും ജഗദീപ് തന്റെ കുളി തുടർന്നു. അങ്ങനെ ജഗദീപ് കുളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രാഘവൻ നായർ റൂമിൽ ഇരുന്നുകൊണ്ട് തന്റെ കയ്യിലിരുന്ന പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് സത്യഭാമ എത്തി. റൂമിലേക്ക് വന്ന സത്യഭാമ, ശരി വസുമതി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഉടനെ തന്നെ രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും വസുമതി പറഞ്ഞു, വസുമതിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ് രാഘവേട്ട എന്നറിയിച്ചു. വസുമതിക്ക് ഇനിയിപ്പോ എന്താ പറ്റിയത് എന്ന് രാഘവൻ നായർ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, വസുമതിക്ക് ചെറിയൊരു സ്ട്രോക്ക് വന്നു, നമ്മൾ അറിഞ്ഞില്ല, വന്നിട്ട് ഇപ്പൊ 1 മാസമായി, അവിടെ ചിത്രയും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും രാഘവൻ നായർ ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്നോ, എന്നിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അർജുനോട് അക്കാര്യമൊന്നും പറയണ്ടായെന്ന് വസുമതി പറഞ്ഞിരുന്നു. ചിത്ര കാനഡയ്ക്ക് പോയല്ലോ, ജോലിയായിട്ട് അങ്ങോട്ട് പോയത് കൊണ്ട് 1 മാസം ട്രെയിനിങ് ആണ്, അത് കഴിയാതെ എന്തായാലും വരാനും കഴിയില്ല. ഈ സമയത്ത് വസുമതിയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ മോളെ പ്രീതിയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ വരേണ്ടത് എന്ന് രാഘവൻ നായർ ചോദിച്ചതും വസുമതി, എന്നാലും നമ്മുടെ മോളെ വിവരമൊന്നും അറിയിക്കാത്തതും അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അർജുനോട് നിർബന്ധം കാട്ടാത്തതും നമ്മളെ ഓർത്തിട്ട് മാത്രമാണെന്ന് പറഞ്ഞതും രാഘവൻ നായർ ചോദിച്ചു, നമ്മളെ ഓർത്തിട്ടോ? താൻ എന്താണോ പറഞ്ഞു വരുന്നത്? ഉടനെ സത്യഭാമ പറഞ്ഞു, വേറൊന്നും അല്ല രാഘവേട്ട, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രീതി പോയി കഴിഞ്ഞാൽ കൂടെ പാറുമോളും പോവുമല്ലോ, നമുക്ക് പാറുമോളോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് വസുമതിക്ക് അറിയാമല്ലോ. അത് മാത്രമല്ല, ഇവിടെ പ്രീതിക്കും അർജുനും മാത്രമല്ലല്ലോ പാറുക്കുട്ടി മകളായിട്ടുള്ളത്, വിഷ്ണുവിന്റെയും ശാലിനിയുടെയും കൂടി മകളല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ അരികിൽ നിന്ന് പാറുക്കുട്ടിയെ മാറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വസുമതിക്ക് അറിയാം. അതുകൊണ്ടാണ് വസുമതി ഇവിടുന്ന് പ്രീതിയെ വിളിച്ചുകൊണ്ട് പോകാത്തത് എന്ന് രാഘവൻ നായരോട് സത്യഭാമ അറിയിച്ചു. സത്യത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ അത് വളരെ സങ്കടകരമല്ലേ രാഘവേട്ട? ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാം, രാഘവേട്ടനോ ഞാനോ ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞതും രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ വിഷമം അങ്ങനെ ആകുമ്പോഴേ അറിയൂ രാഘവേട്ട എന്ന് സത്യഭാമ രാഘവൻ നായരോട് സംസാരിക്കുമ്പോൾ രാഘവൻ നായർ അതെല്ലാം കേട്ട്, എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കും ആരുണ്ട് രാഘവേട്ട എന്നുള്ള സത്യഭാമയുടെ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ രാഘവൻ നായർ സത്യഭാമയെ നോക്കുന്നു.